അലി ഡോക്ടർ മേലാറ്റു. ഇന്ന് ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് അതല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നതിന് സബ്ജക്റ്റിനെ കുറിച്ചാണ്. എല്ലാ പല്ല് ഡോക്ടർമാർക്കും ഉള്ള ഒരു അസുഖമാണത്, അതല്ലെങ്കിൽ എല്ലാ രോഗികൾക്കുമുള്ള ഒരു അസുഖമാണത്. ഈ അസുഖം നല്ല അസുഖമാണ്, നെഗറ്റീവ് അല്ല. കാരണം ഇവർക്ക് 5 പ്രത്യേകതകളുണ്ട്. ഒന്ന്, സമൃദ്ധിയുള്ള കാഴ്ചപ്പാടായിരിക്കും. അവർക്ക് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടായിരിക്കും. എല്ലാം നടക്കും, നല്ലതിന് നന്നായി വരട്ടെ എന്നൊരു കാഴ്ചപ്പാട്. രണ്ടാമത്തത്, അവർക്ക് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവർ ആരെയും കുറ്റപ്പെടുത്തില്ല. അവർ സ്വയം വിമർശന വിധേയമായി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അവരാരെയും കുറ്റപ്പെടുത്തില്ല. മൂന്നാമത്തത്, ഇംപ്രൂവ് അവർ സെൽഫ് ഓൾവേസ്. സ്വയം കഠിനാധ്വാനം ചെയ്ത് അവരവരുടെ കഴിവും പ്രവൃത്തിയും അവരുടെ സൗകര്യങ്ങളും അവർ വ്യത്യാസപ്പെടുത്തും. നമുക്ക് മഹാത്മാഗാന്ധിന്റെ ഒരു വാക്ക് ഓർമ്മയുണ്ട്. ആദ്യം നിങ്ങൾ നന്നാവുക, പിന്നെ നിങ്ങളെ കുടുംബത്തെ നന്നാക്കുക, പിന്നെ നിങ്ങളെ നാട്ടുകാരെ നന്നാക്കുക, പിന്നെ ലോകം നന്നാക്കുക, അതിനു മുമ്പ് രാജ്യം നന്നാക്കുക. ഇതേപോലെ നമ്മൾ നന്നാകാതെ ഒന്നും നടക്കില്ല. ദാറ്റ് ഈസ് അവർ കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് അവർ കൺട്രോൾ. അടുത്തത്, ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. അറ്റ്ലീസ്റ്റ് വൺ ലേണിംഗ് ഫ്രം വൺ മിസ്റ്റേക്ക്. ഒരു തെറ്റിൽ നിന്ന് ഒരു ലേണിംഗ് എങ്കിലും ഉണ്ടാവണം. അത് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണെന്നേ, ചിന്തിച്ചാൽ കിട്ടും. ഇനി സെൽഫ് കോൺഫിഡൻസ് അപാരമായിരിക്കും. എന്തൊരു ചലഞ്ചും ഏറ്റെടുക്കാൻ അവർ തയ്യാറാവും. തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആ പാഠത്തിനെ അവർ എന്ത് ചെയ്യും? അവരുടെ കൺട്രോളിൽ പെട്ടതാണെങ്കിൽ അവർ ശരിയാക്കും, മറ്റുള്ളവരെ കൺട്രോൾ പറ്റിയാണെങ്കിൽ അവർ ഇഗ്നോർ ചെയ്യും. അപ്പോൾ താങ്ക് യു ആൾ. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimrasdentalclinic.com. താങ്ക് യു.